ഉറ്റവർ ഉപേക്ഷിച്ച മൃതദേഹം ഏറ്റെടുത്ത് ഉചിതമായ രീതിയിൽ സംസ്കരിച്ച വനിതാ ജനപ്രതിനിധിക്ക് സമൂഹത്തിന്റെ നിറഞ്ഞ കയ്യടി. കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാന ഇക്ബാലാണ് വീണ്ടും മനുഷ്യത്വത്തിന്റെ മികച്ച മാതൃക കാണിച്ചത്. വായിൽ അർബുദരോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ട മീഞ്ച പഞ്ചായത്തിലെ ചുഗുർപദവ് സ്വദേശിയായ നാരായണൻ എന്ന 64-കാരന്റെ മൃതദേഹമാണ് ഏറ്റെടുക്കാൻ ഉറ്റവരാരും എത്താതിരുന്നത്. സാമ്പത്തിക സ്ഥിതി ഉൾപ്പെടെയുള്ള നിസ്സഹായാവസ്ഥ മഞ്ചേശ്വരം പോലീസിനെ രേഖാമൂലം അറിയിച്ച ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് കൈയൊഴിയുകയായിരുന്നു. 1 മാസം മുമ്പാണ് നാട്ടിലെ കടവരാന്തയിൽ ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാതെ മൃതപ്രായനായി കഴിഞ്ഞിരുന്ന നാരായണന്റെ ദയനീയാവസ്ഥ വാർഡ് മെമ്പർ ഷെരീഫ് ചിനാല, കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് അംഗവും വനിതാ ലീഗ് നേതാവുമായ ഇർഫാന ഇക്ബാലിനെ അറിയിച്ചത്. ഉടൻ തന്നെ സ്ഥലത്തെത്തിയ ഇവർ ജില്ലാ കളക്ടറെയും ജില്ലാ മെഡിക്കൽ ഓഫീസറെയും കാര്യങ്ങൾ ബോധിപ്പിച്ചു. തുടർന്ന് ഇർഫാനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഷെയ്ഖ് സായിദ് ഫൗണ്ടേഷൻ പ്രവർത്തകരെ വിളിച്ചു വരുത്തി നാരായണനെ കുളിപ്പിച്ച് വൃത്തിയാക്കി പ്രാഥമിക ശുശ്രൂഷകളും നൽകിയ ശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 1 മാസമായി ഇവിടെ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെയാണ് നാരായണൻ വ്യാഴാഴ്ച മരണത്തിന് കീഴടങ്ങിയത്. പിന്നാലെ തന്നെ മഞ്ചേശ്വരം പോലീസ് മരണവിവരം ബന്ധുക്കളെ അറിയിച്ചു. എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങാൻ ബന്ധുക്കൾ ആരും തന്നെ തയ്യാറായില്ല. 2 ഭാര്യമാരും മക്കളും സഹോദരിയും മൃതദേഹം ഏറ്റെടുത്ത് സംസ്കരിക്കാൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇർഫാനയ്ക്ക് സമ്മതപത്രം നൽകി കൈയൊഴിയുകയും ചെയ്തു. ഇതോടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഇർഫാന മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ കൈമാറി. ആശുപത്രിയിലെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ഉപ്പടിയിൽ കൊണ്ടുവന്ന മൃതദേഹം ചെറുകോളി പൊതുശ്മശാനത്തിൽ എത്തിച്ചു. ഒടുവിൽ ഒരു മകളുടെ സ്ഥാനത്ത് നിന്ന് ഇർഫാന ഇക്ബാൽ തന്നെ ഹൈന്ദവ ആചാരപ്രകാരം ചിതയ്ക്ക് തീ കൊളുത്തുകയും ചെയ്തു. ആദ്യമായിട്ട് ചിത്രപ്പാതയിൽ നിന്ന് നമുക്കൊരു ഫോൺ കോൾ വന്നു. അവിടുത്തെ ഷെരീഫ് മെമ്പറിൻ്റെ എന്നിട്ട് നാരായണൻ പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെയുണ്ട്, ആരും നോക്കാൻ ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഷെയ്ഖ് സായിദ് ട്രസ്റ്റ് എന്ന രീതിയിൽ നമ്മൾ ഏറ്റെടുക്കാമെന്നാണ് നമ്മൾ ആദ്യം പോയിട്ടുണ്ടായത്. ആ സമയത്ത് അവർ അത്ര ഒരു കണ്ടീഷനിലല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ കളക്ടറിനെ വിളിച്ചു സംസാരിച്ച് അവിടെ നിന്നാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത്. പെരിയത്തേക്കാണ് ആദ്യം ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പോയത്. ഇന്ന് പെരിയത്തിന് അവർ റെഫർ ചെയ്തിട്ട് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി. അവിടെ ചികിത്സയിലായിരുന്നു. ക്യാൻസർ ബാധിതരായി 4th സ്റ്റേജ് ആയിരുന്നു. ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. അപ്പോൾ ബന്ധുക്കളുടെ അടുത്ത് നമ്മൾ പറഞ്ഞ സമയത്ത് ഇൻഫർമേഷൻ കൊടുത്തു. എന്നാലും അവർ ഇത് ഏറ്റെടുക്കാൻ തയ്യാറായില്ല, ബോഡി ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ ട്രസ്റ്റിൻ്റെ അണ്ടറിൽ തന്നെ നമ്മളിന്ന് ഏറ്റെടുത്തു. ഇന്ന് ബോഡി അടക്കം ചെയ്തു. സാമൂഹ്യ പ്രവർത്തകരായ റിയാസ് പിനാത്ര, മഹമ്മൂദ് കൈക്കമ്പ തുടങ്ങിയവരും അന്ത്യകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഉറ്റവർ നഷ്ടപ്പെട്ട് തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട 50ഓളം മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന ഉപ്പളയിലെ ഷെയ്ഖ് സായിദ് വൃദ്ധമന്ദിരത്തിന്റെ സ്ഥാപക കൂടിയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കൂടിയായ ഇർഫാന ഇക്ബാൽ. മാസങ്ങൾക്ക് മുമ്പ് അവശന നിലയിൽ രോഗബാധിതനായിട്ട് കിടന്നിട്ടുണ്ടായി. അപ്പോൾ അവിടെ നിന്നാണ് കൂട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കളാരും ഏറ്റെടുക്കാതെ നിന്നപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇർഫാൻ ഇക്ബാലിനെ വിളിച്ച് ഞാൻ അറിയിക്കുകയും ചെയ്ത് അവർ വന്നിട്ടാണ് അദ്ദേഹത്തിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും ചികിത്സിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അദ്ദേഹം മരണപ്പെട്ടത്. ബന്ധുക്കൾക്കും വീട്ടുകാർക്കും അത് അറിയിച്ചിരുന്നു. എന്നിട്ട് മയ്യത്ത് പോലും ഏറ്റുവാങ്ങാൻ ആരും തയ്യാറില്ലാത്ത സ്ഥിതിക്ക് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് ചെയർപേഴ്സണും അതും ചേർന്നിട്ട് അന്ന് ദഹിക്കുകയും ചെയ്തു. മംഗളപ്പടി ഹിന്ദു രുദ്രഭൂമിയിൽ അദ്ദേഹത്തെ മരണാന്തര ചടങ്ങുകൾ ചെയ്തു. പലപ്പോഴായി ഇവർ നടത്തുന്ന മനുഷ്യത്വപരമായ ഇടപെടലുകളെയും സമീപനങ്ങളെയും മനസ്സറിഞ്ഞ് വാഴ്ത്തുകയാണ് സാമൂഹ്യ മാധ്യമങ്ങളും ഒപ്പം പൊതുസമൂഹവും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.